എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഗവൺമെൻറ് ITIകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITIകളിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള അവസാന തീയതി നാളെ അവസാനിക്കും. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ മാറ്റം ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ്. ഈ ഒരു ഡേറ്റിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നാളെ പോയിട്ടുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ 104 ഗവൺമെൻറ് ITIകളിലായിട്ട് ഏകദേശം 72 ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളും എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ITIയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു തൊട്ടടുത്തുള്ള ITIയിൽ പോയിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അത് ജൂലൈ 15-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡേറ്റ് നീട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ചിലപ്പോൾ നീട്ടാൻ സാധ്യതയുണ്ടെങ്കിലും അത് പ്രത്യേകിച്ച് ഉറപ്പ് പറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ വൈകുന്നേരത്തിനകം പോയിട്ട്, അത് വൈകുന്നേരം 4 മണിക്കകം പോയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. കാരണം വെരിഫിക്കേഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ ഡീറ്റെയിൽസ്, അഡ്മിഷൻ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ അതത് ഓരോ ITIകളും അതത് ITIകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ITIയിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതത് അഡ്മിഷൻ എടുക്കാനായിട്ട് കോൺടാക്റ്റ് ചെയ്യും. ഇന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് അവസരമുണ്ട്. അത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പോളിടെക്നിക് കോളേജിൽ ഇപ്പോൾ 3 പ്രോഗ്രാംസിലേക്ക് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതിലാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് പ്രകാരം അഡ്മിഷൻ കിട്ടാൻ സാധ്യത, അതനുസരിച്ച് നിങ്ങളെ വിളിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഏത് സമയത്താണ് നിങ്ങളെ കോളേജിൽ നിന്ന്, അതായത് ഈ ഒരു ITIയിൽ നിന്ന് നിങ്ങളെ വിളിക്കുക എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ആ ഒരു സമയം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള, വെരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അപേക്ഷയിൽ നൽകിയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കറക്റ്റാണ് എന്നുള്ളതാണ് ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം അതത് ITIകൾ, അത് നിങ്ങൾ ഓരോ ITIകളുണ്ടാവും ഓരോ ജില്ലയിലുള്ളത്. അപ്പോൾ അങ്ങനെ അതത് ITIകൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങളെ അഡ്മിഷനായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥി ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാനായിട്ട് ഈ ഒരു ITI വെബ്സൈറ്റ് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.